ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മൈനർ സബ്ജക്റ്റായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷനാണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു അഡ്വർടൈസിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് അഡ്വർടൈസിംഗ് ആണ്. അഡ്വർടൈസിംഗ് ഈസ് എ ഡിഫൈൻഡ് as a paid form of communication. It aims to encourage people to take action, usually to buy a product or services. It is a non-personal promotion used by business or organizations. അതായത് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസസോ പറ്റിയിട്ട് അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഓഡിയൻസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്യാഷ് പേ ചെയ്യണം. അതാണ് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ കസ്റ്റമേഴ്സിനെ ഒരു പ്രൊഡക്റ്റോ സർവീസസോ വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. അതാണ് അഡ്വർടൈസിങ്ങിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ നോൺ പേഴ്സണൽ പ്രൊമോഷൻ യൂസ്ഡ് ബൈ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. ഇതൊരു തരത്തിലുള്ള നോൺ പേഴ്സണൽ പ്രൊമോഷനാണ്. അതായത് ഓഡിയൻസുമായിട്ട് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസ് ഒന്നും ഇവിടെ നടത്തുന്നില്ല. ഇത് നമ്മൾ ടെലിവിഷൻസ് അല്ലെങ്കിൽ റേഡിയോ, ന്യൂസ് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു നോൺ പേഴ്സണൽ പ്രൊമോഷനാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പെയ്ഡ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഫ്രം ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഡിസൈൻഡ് ടു പെർസ്യൂഡ് ആൻ ഓഡിയൻസ് to take action, typically buying products or services and using mass media like TV, radio, newspapers or the internet. TV അതേപോലെ റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, ഇൻ്റർനെറ്റ്, ഇത് ഇത്തരത്തിലുള്ള മാസ് മീഡിയ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസസിനെ പറ്റിയിട്ട് ആളുകളിലോട്ട്, ഓഡിയൻസിലോട്ട് ഇൻഫർമേഷൻസ് എത്തിച്ചിട്ട് അങ്ങനെ അവർ ആ ഒരു പ്രൊഡക്റ്റോ സർവീസസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രേരിപ്പിക്കുന്ന ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് പെയ്ഡ് ഫോമിലുള്ളതാണ്. അതേപോലെ ഇവിടെ ഒരു ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്പോൺസർ ഉണ്ടാവും. ആരാണ് ആ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്നത് അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാൻ പറ്റും. അതാണ് ഒരു ഐഡൻറ്റിഫൈഡ് സ്പോൺസർ എന്ന് പറഞ്ഞാൽ. Then advertising informs potential customer about a product, highlight its benefit and creates a positive impression of the brand. അഡ്വർടൈസിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനോട് ഒരു പ്രൊഡക്റ്റ് സർവീസസിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഇംപ്രഷൻ നമുക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മെയിൻ ഗോൾ ഓഫ് അഡ്വർടൈസിങ് is to influence consumer behavior. അഡ്വർടൈസിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിംഗ് ആണ്. ഇതിലൊരു 4 ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, advertising is any paid form of non-personal presentation and promotion of ideas, goods or services by an identified sponsor. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ടുള്ള ഒരു നോൺ പേഴ്സണൽ ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് അഡ്വർടൈസിങ്ങിലുള്ളത്. അതേപോലെ അതൊരു പെയ്ഡ് ഫോമാണ്. പിന്നെ അവിടെ ഒരു ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്പോൺസർ ഉണ്ടായിരിക്കും. അതാണ് ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അതായത് അഡ്വർടൈസിങ് ഒരു പെയ്ഡ് ഫോമാണ്. ക്യാഷ് പേ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത്. അതേപോലെ നോൺ പേഴ്സണൽ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. അതായത് കൺസ്യൂമേഴ്സുമായിട്ട് നമ്മളൊരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസ് നടത്തുന്നില്ല. പിന്നെ ആരാണ് ആ അഡ്വർടൈസിങ് ചെയ്യുന്നത് അവിടെ അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാൻ പറ്റും. അതാണ് ഐഡൻറ്റിഫൈഡ് സ്പോൺസർ എന്ന് പറഞ്ഞാൽ. ദെൻ രണ്ടാമത്തെ ഒരു ഡെഫിനിഷനാണ് ജോൺ ഇ കെന്നഡിയുടെ definition. Defined advertising as advertising is a salesmanship in print. This highlights the persuasive nature of advertising as it serves to sell through written or visual messages.
മൂന്നാമത്തെ ഒരു ഡെഫിനിഷനാണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ AMA സ്റ്റേറ്റ്സ് അഡ്വർടൈസിംഗ് ഈസ് ദി പ്ലേസ്മെൻറ്റ് ഓഫ് announcement and persuasive message in time or space purchased in any of the mass media. Then വേറൊരു ഡെഫിനിഷനാണ് അക്കോർഡിംഗ് ടു വില്യം ജെ സ്റ്റാൻഡേർഡ് advertising consists of all the activities involved in presenting to an audience a non-person sponsor identified paid for message about a product or service product or organization. അതായത് അഡ്വർടൈസിങ്ങിന് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസസിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സിനോട്ട് ആ ഒരു ഇൻഫോർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുക, അതേപോലെ അതിന് ഇൻഫോർമേഷൻസ് ആ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് പേ ചെയ്യുക. അവിടെ ഒരു സ്പോൺസർ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്പോൺസർ ഉണ്ടാവും. അതേപോലെ ഈ ഒരു അഡ്വർടൈസിങ് നോൺ പേഴ്സണലായിരിക്കും, ഓഡിയൻസുമായിട്ട് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ചെയ്യാതെ നടത്തുന്ന ഒരു കാര്യമാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നേച്ചർ ഓർ ഫീച്ചർ ഓഫ് അഡ്വർടൈസിങ്. അതിൽ ഒരു 11 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇറ്റ് ഈസ് എ നോൺ പേഴ്സൺ പ്രസൻറ്റേഷൻ. അഡ്വർടൈസിങ് delivers a message from sender to receive without any direct interaction. This means there is no face-to-face contact between the advertiser and the audience, but it reaches a broad audience through various media. ഈ പോയിന്റ് പറയുന്നത് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻഡറും റിസീവറും തമ്മിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ടാവില്ല, ഒരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ അവിടെ ഉണ്ടാവില്ല. അത് മാസ് മീഡിയാസ് വേരിയസ് മീഡിയാസ് യൂസ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിലോട്ട് അല്ലെങ്കിൽ ഓഡിയൻസിലോട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസസിനെ പറ്റിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള നോൺ പേഴ്സണൽ പ്രസൻറ്റേഷനാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറിനെ പറ്റിയിട്ട് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഓണർ ആയിരിക്കും അല്ലെങ്കിൽ ആ മാനുഫാക്ചർ ആയിരിക്കും സെൻഡർ. അതേപോലെ ആ കാറിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. അത് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെസ്സേജ് പാസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മൾ ആരിലോട്ടാണ് എത്തിക്കുന്നത്, അവരാണ് റിസീവർ. ഇത് നമ്മൾ ചെയ്യുന്നത് വിത്തൗട്ട് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാണ്. അതായത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ നമ്മൾ വെർച്വലായിട്ട് ടെലിവിഷൻ യൂസ് ചെയ്തിട്ടോ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പം ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടോ നമ്മൾ ചെയ്യുന്നതാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ്സ് എ നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ. ദെൻ വേറൊരു ഫീച്ചറാണ് പെയ്ഡ് ഫോം. Advertising is a paid form of communication. The advertiser pays to convey their message to the public. This is different from publicity, which is usually free and not controlled by the advertiser. Advertising എന്ന് പറഞ്ഞാൽ അതൊരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത്. ദെൻ അഡ്വർടൈസർ ഇവിടെ പബ്ലിക്കിലോട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ക്യാഷ് പേ ചെയ്തിട്ടാണ്. ഇത് നമ്മൾ പബ്ലിസിറ്റിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ടുള്ള ഒന്നാണ്, പക്ഷേ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടാണ് അവിടെ അഡ്വർടൈസിങ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. The source of the advertisement is always known and the brand or company behind the advertisement is clearly mentioned. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ സോഴ്സ് അവിടെ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ ഏത് കമ്പനിയാണ് ഈ അഡ്വർടൈസിൻ്റെ ബാക്കിലുള്ളത്, ഏത് ബ്രാൻഡാണ് എന്നൊക്കെ ഓൾറെഡി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
അതാണ് ഐഡൻറ്റിഫൈഡ് സ്പോൺസർ എന്ന് പറഞ്ഞാൽ. ആരാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. എക്സാമ്പിളായിട്ട് ഒരു നൈക്ക് ആഡ് ക്യാമ്പയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലോഗോയും ടാഗ് ലൈനും ഒക്കെ അവിടെ ക്ലിയർ കട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. ഇത് നമുക്ക് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഓഡിയൻസിന് ആ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അറിയാനും മനസ്സിലാക്കാനും പറ്റും. അത്തരത്തിൽ മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും ഈ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലൊരു ട്രസ്റ്റ് ഒക്കെ കൊണ്ടുവരാനും പറ്റും. അതാണ് ഐഡൻറ്റിഫൈഡ് സ്പോൺസർ എന്ന ഫീച്ചറിൽ പറയുന്നത്. അതായത് ആരാണ് ആ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയുന്നതിലൂടെ നമുക്ക് ആ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് നല്ലൊരു മതിപ്പുണ്ടാകും. നെക്സ്റ്റ് ഫീച്ചറാണ് ഫോർ പ്രൊമോട്ടിംഗ് ഐഡിയാസ്, ഗുഡ്സ് ഓർ സർവീസസ്. Advertising is used to promote not only physical products but also services and ideas. അഡ്വർടൈസിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിസിക്കൽ പ്രൊഡക്ട്സ് മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, സർവീസസും ഐഡിയാസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റും അതേപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ലൈക്ക് ബാങ്കിങ് അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലുള്ള സർവീസസൊക്കെ അതിനെ പറ്റിയിട്ടും അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസിങ്ങിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഗുഡ്സ് മാത്രമല്ല ഐഡിയാസും സർവീസസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അഡ്വർടൈസിങ് യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു ഫീച്ചറാണ് കൺട്രോൾ ഓവർ ദി മെസ്സേജ്. അഡ്വർടൈസേഴ്സ് ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദി മെസ്സേജ്. ദേ ഡിസൈഡ് വാട്ട് ടു സേ, ഹൗ ടു സേ ഇറ്റ് ആൻഡ് വെൻ ടു ബ്രോഡ്കാസ്റ്റ് ഇറ്റ്. അഡ്വർടൈസേഴ്സിന് എന്ത് മെസ്സേജാണ് നമ്മൾ ഓഡിയൻസിലോട്ട് എത്തിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോള് അവർക്ക് ആ മെസ്സേജിൻ്റെ മേലെ ഉണ്ടായിരിക്കും. കസ്റ്റമേഴ്സിലോട്ട് എന്തെത്തിക്കണം, അതായത് അവരോട് എന്ത് പറയണം, അത് എങ്ങനെ പറയണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഒക്കെ എല്ലാത്തിനെയും സംബന്ധിച്ചിട്ട് ഒരു ഓവറോൾ കൺട്രോൾ അഡ്വർടൈസേഴ്സിനുണ്ടാകും. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊക്കക്കോള കമ്പനി ക്രിസ്മസ് ആഡൊക്കെ ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫീലിംഗ് ഓഫ് ജോയ് ആൻഡ് ടുഗദർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റായിട്ടുള്ള വേർഡ്സും വിഷ്വൽസും ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അവർ ആ അഡ്വർടൈസിങ് ചെയ്യുക. ഇതിലൂടെ ആ ഒരു ക്രിസ്മസ് ആഡിന് ഫിറ്റ് ചെയ്യുന്ന തരത്തിൽ ആയിരിക്കും അവർ ആ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് അഡ്വർടൈസേഴ്സിന് ആ മെസ്സേജിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കും. അങ്ങനെ അവർ എങ്ങനെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണമെന്ന് അവർ തീരുമാനിക്കും. അതാണ് കൺട്രോൾ ഓവർ ദി മെസ്സേജിൽ പറയുന്നത്. വേറൊരു ഫീച്ചറാണ് പെർസ്വേഷൻ. The main purpose of advertising is to persuade the audience to take a specific action. This could be buying a product or using services or even changing a belief. അഡ്വർടൈസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ അവർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുന്നതാണ് ഇവിടെ അഡ്വർടൈസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ. ദിസ് കുഡ് ബി ബൈയിങ് എ പ്രൊഡക്റ്റ്, യൂസിങ് സർവീസ് ഓർ ഈവൻ ചേഞ്ചിങ് എ ബിലീഫ്. ഇതിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസത്തിനെ തന്നെ മാറ്റാൻ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു അഡ്വർടൈസിങ്ങിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അഡ്വർടൈസിങ് ഓഡിയൻസിന് എന്ത് ഡിസിഷൻ എടുക്കണം എന്നതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജിം മെമ്പർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ആഡാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഹെൽത്തിനെ പറ്റിയിട്ടും ഫിറ്റ്നസ്സിനെ പറ്റിയിട്ടുള്ള ഒരു
ഓവറോൾ ഐഡിയ കൊടുത്തിട്ട് അവരെ ആ ജിം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും. അതാണ് പെർസ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ജിം മെമ്പർഷിപ്പ് ആഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ആ ഓഡിയൻസിന് കൊടുത്തിട്ട് അവർക്ക് ആ ഒരു ജിമ്മിന് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക. അതാണ് പെർസ്യൂഷൻ എന്ന് പറഞ്ഞാൽ. വേറൊരു ഫീച്ചറാണ് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. അഡ്വർടൈസിംഗ് യൂസസ് വേരിയസ് മാസ് മീഡിയ channels to reach a large number of people at once. These channels include television, radio, newspapers, magazine, and digital platforms like social media. അഡ്വർടൈസിങ് ഒരേ സമയം ഒരുപാട് പേരിലോട്ട് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ മാസ് മീഡിയ ചാനൽസ്, ഒരുപാട് തരത്തിലുള്ള മാസ് മീഡിയ ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിന്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലൈക്ക് സോഷ്യൽ മീഡിയ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ആളുകളിലോട്ട് പ്രൊഡക്റ്റോ സർവീസസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള മാസ് മീഡിയ ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ അഡ്വർടൈസിങ്ങിൽ. സോ അതൊരു ഫീച്ചറാണ് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടി ബ്രാൻഡ്സ് TV, റേഡിയോ, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തിട്ട് പുതിയതായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് TV, റേഡിയോ, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ TVയും റേഡിയോയും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഓഡിയൻസിലോട്ട് ഒരേ സമയം നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. സോ ഇറ്റ്സ് എ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ദെൻ വേറൊരു ഫീച്ചറാണ് ഇറ്റ് ഈസ് നോട്ട് ന്യൂട്രൽ ഓർ അൺബയാസ്ഡ്. Advertising is not neutral. It is designed to benefit the advertiser by highlighting only the positive aspects of a product or services. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആയിട്ടുള്ളൊരു കാര്യമില്ല. ഇവിടെ അഡ്വർടൈസേഴ്സ് എപ്പോഴും നോക്കുക ആ ഒരു പ്രൊഡക്റ്റോ സർവീസസിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് കൺസ്യൂമേഴ്സിനോട്ട് അല്ലെങ്കിൽ ഓഡിയൻസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അല്ലാതെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതെ ആ ഒരു പ്രൊഡക്റ്റോ സർവീസസിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അഡ്വർടൈസേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ആഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അത് അഡ്വർടൈസ് ചെയ്യുന്ന അഡ്വർടൈസേഴ്സ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ ബെസ്റ്റായിട്ടുള്ള ഫീച്ചേഴ്സും ഓഡിയൻസിലോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ അവിടെ അതിൻ്റെ ഡ്രോബാക്സ് മെൻഷൻ ചെയ്യില്ല. അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ ഓഡിയൻസിലോട്ട് എത്തിക്കുക. ഇതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് നല്ല പൊട്ടൻഷ്യലായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു ഇമേജ് ആയിരിക്കും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുക. സോ ഒരു പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് മാത്രമേ ഇവിടെ അഡ്വർടൈസേഴ്സ് കസ്റ്റമേഴ്സിലോട്ട് അല്ലെങ്കിൽ ഓഡിയൻസിലോട്ട് എത്തിക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് ന്യൂട്രൽ ഓർ അൺബയാസ്ഡ്. വേറൊരു ഫീച്ചറാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ഈസ് എ ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഓഫ് advertising. It involves using innovative ideas, visuals and message to capture the audience attention. Creative advertisements are memorable and help differentiate a brand from its competitors. അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം ഒരു നല്ലൊരു അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റീവായിരിക്കും എപ്പോഴും. അതിൽ ക്രിയേറ്റീവായിട്ടുള്ള ഇന്നവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. വിഷ്വലും മെസ്സേജും ഒക്കെ പുതിയ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇന്നവേറ്റീവായിട്ടുള്ള ഐഡിയാസും വിഷ്വൽസും മെസ്സേജും ആയിരിക്കും ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള അഡ്വർടൈസിങ്ങിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഓഡിയൻസിൻ്റെ അറ്റൻഷനൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും.
ക്രിയേറ്റീവ് അഡ്വർടൈസ്മെൻറ്റ് ആർ മെമ്മറബിൾ ആൻഡ് ഹെൽപ്സ് ഡിഫറൻഷിയേറ്റ് എ ബ്രാൻഡ് ഫ്രം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ക്രിയേറ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. അതേപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഇത് ഈ ഒരു ബ്രാൻഡിനെ നമുക്ക് വേറിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി വേറൊരു ഫീച്ചറാണ് അഡ്വർടൈസിങ്ങിൻ്റെ. സോ ക്രിയേറ്റീവായിട്ടുള്ള അഡ്വർടൈസിങ് എപ്പോഴും നമുക്ക് മെമ്മറബിളും അതേപോലെ അത് യുണീക്കും ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വർടൈസിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസൊക്കെ യുണീക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോഗൻ ക്യാച്ചി ആയിട്ടുള്ള തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് നമുക്ക് അത് പെട്ടെന്ന് യുണീക്കായിട്ട് നമുക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാണ് ക്രിയേറ്റിവിറ്റിയിൽ പറയുന്നത്. ദെൻ വേറൊരു ഫീച്ചറാണ് ടാർഗറ്റ് ഓറിയൻറ്റഡ്. അഡ്വർടൈസ്മെൻറ്റ് ആർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസ് ഇൻ മൈൻഡ്. They are tailored to meet the needs and preference of that audience. ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. പ്രായമായ ആളുകളാണോ അതോ കുട്ടികളാണോ അഡൽട്ടാണോ, ഏത് ഓഡിയൻസാണ് നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടതെന്ന് ക്ലിയറായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അവരുടെ നീഡ്സ് ആൻഡ് പ്രിഫറൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് നോക്കുക. സോ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആണ്. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോയ് കമ്പനിയാണ്. ഒരു ടോയിനെ പറ്റിയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ആ ഒരു ടോയിനെ പറ്റിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഈ കുട്ടികളുടെ കാർട്ടൂൺ ചാനൽസിൽ ഹോളിഡേയ്സിൽ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് ടാർഗറ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു ടോയിയുടെ അഡ്വർടൈസ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കാണുന്ന കാർട്ടൂൺ ചാനൽസിൽ അതും ഹോളിഡേയ്സിലായിരിക്കും അവർ കൂടുതലായിട്ടും അത് പ്രസൻറ്റ് ചെയ്യുക. അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചറാണ് ആൻ ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. അഡ്വർടൈസിങ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. ഇതെല്ലാം കൂടിയതാണ്. ആർട്ടും സയൻസും പ്രൊഫഷനുമാണ് അഡ്വർടൈസിങ്. ഇറ്റ് റിക്വയർസ് ക്രിയേറ്റിവിറ്റി ടു ഡിസൈൻ അപ്പീലിംഗ് വിഷ്വൽ ആൻഡ് മെസ്സേജ്, റീഡ് ടു അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ and adherence to professional standards and ethics. അതായത് അഡ്വർടൈസിങ്ങിന് ഒരു ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. വിഷ്വൽ ആൻഡ് മെസ്സേജ്സിൽ നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. അതാണ് ആർട്ട് എന്ന് പറഞ്ഞാൽ. അതേപോലെ കൺസ്യൂമർ ബിഹേവിയറും മാർക്കറ്റ് ട്രെൻഡ്സൊക്കെ മനസ്സിലാക്കണം, ഓരോ റിസർച്ചൊക്കെ ചെയ്തിട്ട്. അതാണ് സയൻസ് എന്ന് പറയുന്നത്. അതേപോലെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും എത്തിക്സൊക്കെ നോക്കിയിട്ട് വേണം ഈ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു അഡ്വർടൈസിങ് ആർട്ടിൻ്റെയും സയൻസിൻ്റെയും പ്രൊഫഷനിലെയും ഒരു ബ്ലെൻഡ് ഫോമാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. വേറൊരു ഫീച്ചറാണ് എലമെൻറ്റ് ഇൻ പ്രൊമോഷൻ മിക്സ് ഓഫ് ദി മാർക്കറ്റ് മിക്സ്. Advertising is a key part of promotional mix within the broader market mix. It works alongside other promotional activities such as sales promotion, personal selling and public relations. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മിക്സിലെ ഈ പ്രൊമോഷൻ മിക്സിൻ്റെ ഒരു പാർട്ടാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് മാർക്കറ്റിംഗ് മിക്സ് പറഞ്ഞാൽ ഒരു ബ്രോഡറായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിലെ പ്രൊമോഷൻ മിക്സ് എന്നതിൻ്റെ ഒരു കീ പാർട്ടാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. അതേപോലെ അഡ്വർടൈസിങ്
മറ്റുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് സെയിൽസ് പ്രൊമോഷന്, പേഴ്സണൽ സെല്ലിങ്, പബ്ലിക് റിലേഷൻസ്, അത്തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എലമെൻറ്റ് ഇൻ പ്രൊമോഷൻ മിക്സ് ഓഫ് ദി മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിലെ പ്രൊമോഷൻ മിക്സിൻ്റെ ഒരു പാർട്ടാണ്, ഒരു കീ പാർട്ടാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി TV ആഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് അഡ്വർടൈസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആഡ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ് അഡ്വർടൈസിങ്. അവരെന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെയിൽസ് പ്രൊമോഷനിൽ വരും. അതേപോലെ ഒരു വൈഡായിട്ടുള്ള ലാർജ് ഓഡിയൻസിലോട്ട് ഇത് എത്തിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പബ്ലിക് റിലേഷനിലാണ് വരുന്നത്. ഇത്തരത്തിൽ പ്രൊമോഷൻ മിക്സ്, ഒരുപാട് പ്രൊമോഷൻ മിക്സ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നേച്ചർ ഓർ ഫീച്ചർ ഓഫ് അഡ്വർടൈസിങ്ങിൽ വരുന്നത്. അതിൽ ഇപ്പോൾ ഒരു 11 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ. അതായത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ല. പിന്നെ പറഞ്ഞത് പെയ്ഡ് ഫോമാണ്, നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത്. ദെൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഉണ്ടായിരിക്കും. ആരാണ് അഡ്വർടൈസ് നടത്തുന്നത് എന്ന് ക്ലിയർ കട്ടായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഫോർ പ്രൊമോട്ടിങ് ഐഡിയാസ്, ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഐഡിയാസും സർവീസസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അഡ്വർടൈസിങ് യൂസ് ചെയ്തിട്ട്. ദെൻ കൺട്രോൾ ഓവർ ദി മെസ്സേജ്. എന്ത് മെസ്സേജാണോ നമ്മൾ ഓഡിയൻസിലോട്ട് എത്തിക്കുന്നത് അതിൻ്റെ മുകളിലൊരു കംപ്ലീറ്റ് കൺട്രോൾ അഡ്വർടൈസേഴ്സിന് ഉണ്ടാവും. ദെൻ പെർsuasion, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ, ഒരുപാട് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉണ്ട്. അതായത് TV, ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ, റേഡിയോ, ഇത്തരത്തിൽ ഒരുപാട് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്തിട്ടാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ന്യൂട്രൽ ഓർ അൺബയാസ്ഡ്. ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് സൈഡ് ആയിരിക്കും എപ്പോഴും ഓഡിയൻസിലോട്ട് എത്തിക്കുക. ദെൻ ക്രിയേറ്റിവിറ്റി, അഡ്വർടൈസിങ് എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും. ദെൻ ടാർഗറ്റ് ഓറിയൻറ്റഡ്, ആരിലോട്ട് എത്തിക്കണം, ഏത് ഓഡിയൻസ്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസ് ആയിരിക്കും, എങ്ങനത്തെ ഓഡിയൻസ് വേണമെന്നൊക്കെ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവും. ദെൻ ആൻ ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടും സയൻസും പ്രൊഫഷനും ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡാണ്. ദെൻ എലമെൻറ്റ് ഇൻ പ്രൊമോഷൻ മിക്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിലെ പ്രൊമോഷൻ മിക്സിൻ്റെ ഒരു കീ പാർട്ടാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നേച്ചർ ഓർ ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിങ്ങിൽ വരുന്നത്. ദെൻ നമ്മൾ ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ് പറഞ്ഞു. അതിൽ മെയിനായിട്ട് 4 ഡെഫിനിഷനാണ് വരുന്നത്, അത് നോക്കി. ദെൻ മീനിങ് ഓഫ് അഡ്വർടൈസിങ്. നമ്മൾ ഇന്ന് ഒരു 3 ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആ 3 ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. മീനിങ് ഓഫ് അഡ്വർടൈസിങ്, അതേപോലെ ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ്, അതേപോലെ നേച്ചർ ഓർ ഫീച്ചർ ഓഫ് അഡ്വർടൈസിങ്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.